നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് വൈറ്റമിനെ കുറിച്ച് പറഞ്ഞാലോ. യുഎയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർപ്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ജോയിന്റ് പെയിന്, ബാക്ക് പെയിന് ഇത്തരത്തിലാണ്. ബോഡിയിലെ ഇമ്മ്യൂണിറ്റിയെ ഒരു വലിയ പങ്ക് വൈറ്റമിൻ ഡി വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുടി കൊഴിച്ചില്, മെന്റൽ ഡിസ്റ്റർബൻസ്, ഭയങ്കര ഡിപ്രഷൻ ഫീലിംഗ്, ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമുക്ക് അനുഭവപ്പെടാം. വൈറ്റമിൻ ഡിയുടെ സോഴ്സ് നിങ്ങൾക്കറിയാം, സൺലൈറ്റ് ആണ്. യുഎയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഒരു വർക്ക് ഹോളിക് ലൈഫാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓഫീസ് വർക്ക് ആണെങ്കിൽ നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവായിരിക്കും. ഈ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഈവനിങ് നമ്മൾ റൂമിലെത്തുന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഡ്യൂട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വൈറ്റമിൻ ഡിയുടെ വളരെ ഒരു ഡെഫിഷ്യൻസി ഇവിടെയുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഈ വൈറ്റമിൻ ഡി നമുക്ക് എങ്ങനെ ഇതിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാം? അതിനു വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി നമുക്ക് സപ്ലിമെന്റ് ആയി എടുക്കാവുന്നതാണ്. ഈ സപ്ലിമെന്റ് തന്നെ പല ഡോസസിൽ അവൈലബിൾ ആണ്. 1000 IU അഥവാ ഇന്റർനാഷണൽ യൂണിറ്റ് മുതൽ 50,000 ഇന്റർനാഷണൽ യൂണിറ്റ് വരെ നമുക്ക് ഡിഫറെന്റ് ഡോസസിൽ വൈറ്റമിൻ ഡി അവൈലബിൾ ആണ്. വളരെ ഡെഫിഷ്യൻസി കുറവാണെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് ഒരു 30 ബിലോ വരുമ്പോഴാണ്. ഈ 30 ബിലോ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സപ്ലിമെന്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അത് ഡെഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് നമ്മൾ ഡോസസ് പറയുന്നത്. വലിയ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ ഒരു 50,000 IU വീക്ക്ലി വൺസ് വെച്ച് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഡെഫിഷ്യൻസിക്ക് അനുസരിച്ച് ഇനി അത്ര ഡെഫിഷ്യൻസി ഇല്ലെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5,000, 2,000, 10,000 ഇതേപോലെയുള്ള ഡോസസ് വീക്ക്ലി 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് വരെ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. സോ ഞാൻ ഈ മുൻപ് പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ച് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡോസ് വൈറ്റമിൻ ഡി എടുക്കണമെന്ന് തീരുമാനിക്കാം. ഡിഫറെന്റ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ അഭിഷേകര ഏരിയയിലുള്ളവരാണെങ്കിൽ നമുക്ക് നേരിട്ട് ഞങ്ങളുടെ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ളവർ DM ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. യുഎയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിലും ഇതൊന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഇന്റർവ്യൂലാണെങ്കിലും ഈ വൈറ്റമിൻ ഡി ഞാൻ ഈ പറഞ്ഞ പോലെ യുഎയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഡോസസ്, അതേപോലെ ഇതുകൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി അടുത്ത ഒരു പുതിയ കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാം.